നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 39 വയസ്സുണ്ട് ലയണൽ മെസ്സിക്ക്. എന്നിട്ടും ഈ വേൾഡ് കപ്പിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. IFFHS വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തെയാണ്. മാത്രമല്ല നിരവധി മാധ്യമങ്ങളുടെ തിരഞ്ഞെടുപ്പിലും ഏറ്റവും മികച്ച താരം അദ്ദേഹമാണ്. ഫിഫയുടെ തിരഞ്ഞെടുപ്പിൽ മാത്രം ഗോൾഡൻ ബോൾ റോഡ്രിക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മിന്നും പ്രകടനം വേൾഡ് കപ്പിൽ നടത്തിയ ഒരാൾ, ഇംഗ്ലണ്ടിനെതിരൊക്കെ കളിച്ച കളി, അദ്ദേഹത്തിൻ്റെ 2 കിടിലൻ അസിസ്റ്റുകളിൽ നിന്നാണ് അർജൻറ്റീന ജയിക്കുന്നത്. അങ്ങനെ കളിച്ച ഒരാൾക്ക് എന്തിനിങ്ങനെ MLS സമയം കളയണം? അദ്ദേഹത്തിന് യൂറോപ്പിൽ വന്ന് കളിച്ചുകൂടെ? യൂറോപ്പിലെ വമ്പൻ ടീമുകളിൽ ഇനിയും മെസ്സിക്ക് വമ്പൻ പ്രകടനങ്ങൾ നടത്തിക്കൂടെ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. പലരും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലൈവ് സെഷനുകളിലൊക്കെ ആ ചോദ്യമൊക്കെ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്ത് അങ്ങനെ ഒരു ചർച്ചയുണ്ട്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? ശരിയാണ്, 39 വയസ്സുള്ള മെസ്സി വേൾഡ് കപ്പിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതിലൊരു തർക്കവും സംശയവുമില്ല. നിലവിൽ മെസ്സിക്ക് യൂറോപ്പിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടോ? ഒന്നാമത്തെ കാര്യം ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെസ്സിക്ക് യൂറോപ്പിലേക്ക് മടങ്ങാൻ നിലവിലൊരു പ്ലാൻ ഇല്ല. അദ്ദേഹം ഇന്റർ മയാമിയിലുള്ള തൻ്റെ കോൺട്രാക്റ്റ് കളിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. 1-2 വർഷക്കാലം കൂടി അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം എങ്ങോട്ടേക്ക് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. മെസ്സി വിരമിച്ചേക്കുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകൾ. പക്ഷേ നമുക്കറിയാലോ, ഇപ്പോൾ CR7 41 വയസ്സിലും കളി തുടരുകയാണ്. അൽ നസറിന് വേണ്ടി ഇനിയും അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അതൊക്കെ മുന്നിലുള്ളപ്പോൾ മെസ്സി തുടർന്നേക്കെന്ന് പറയാം. ലൂക്കാ മോഡ്രിച്ച് 41 വയസ്സിൽ യൂറോപ്പിൽ പൊളിച്ചെടുക്കുന്നില്ല എന്ന് ചോദിക്കാം. AC മിലാനിൽ അദ്ദേഹം പോയ സീസണിൽ നന്നായി കളിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കാം. ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം, മെസ്സിക്ക് ഇപ്പോൾ യൂറോപ്പിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഒരു താല്പര്യവുമില്ല. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. മയാമിയിൽ അദ്ദേഹം വെൽ സെറ്റിൽഡാണ്. അദ്ദേഹം അവിടെ ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത കാര്യം, അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് മടങ്ങാൻ, പ്ലെയർ എന്ന നിലയിൽ മടങ്ങാൻ പ്ലാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെസ്സി തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണയിലേക്ക് ഞാൻ മടങ്ങിയെത്തും, അത് പക്ഷേ മറ്റെന്തെങ്കിലും റോളിലായിരിക്കും, പ്ലെയർ എന്ന റോളിലല്ല, മറ്റെന്തെങ്കിലും റോളിലായിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, മെസ്സിക്ക് ഇതേ പ്രകടനം യൂറോപ്പിൽ വന്നാൽ ആവർത്തിക്കാൻ പറ്റൂലേ വേൾഡ് കപ്പിലെ പ്രകടനം? ഞാൻ കരുതുന്ന അതിന് സാധ്യത കുറവാണ് എന്നാണ്. കാരണം വേൾഡ് കപ്പ് കളിച്ച അൾജീരിയയും ഈജിപ്തും അതുപോലെ കേപ്പ് വെറുതെയൊന്നുമല്ല. യൂറോപ്യൻ ക്ലബ്ബുകളുടെ നിലവാരം വളരെ ഉന്നതിയിലാണ്. മെസ്സി നേരത്തെ അവിടെ നന്നായി കളിച്ചിട്ടില്ലേ? ഉണ്ട്. അതിനെന്താ സംശയം? മെസ്സി നന്നായി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് പോകുവോളം നന്നായി കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാരീസ് സെന്റ് ജർമ്മനിലടക്കം നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരാമായിരുന്നു 1-2 വർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ ബാഴ്സലോണയിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകാമായിരുന്നു. അന്ന് പക്ഷേ ബാഴ്സയ്ക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. PSG വിട്ട സമയത്ത്, ഇന്റർ മയാമിയിലേക്ക് പോയ സമയത്ത് പകരം അദ്ദേഹത്തിന് ബാഴ്സയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിന് പുറകിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ചാവി ഹെർണാണ്ടസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ 1-2 വർഷം കൂടിയൊക്കെ തുടരാമായിരുന്നു മെസ്സി. പക്ഷേ ഇപ്പോൾ ഇനി തിരികെ പോയിട്ട് അവിടെ വിസ്മയങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഡീബോളിൻ്റെ അവസ്ഥ എന്താണ്? ഡീബോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നല്ലേ നേരെ ഇന്റർ മയാമിയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫോം നേരെ ഡിക്ലൈൻ ആവുന്നതാണ് കണ്ടത്. ഈ ലീഗുകൾ തമ്മിലുള്ള കോമ്പറ്റീറ്റീവ്നെസ്സിൽ നല്ല വ്യത്യാസമുണ്ട്. 39 വയസ്സുള്ള മെസ്സിക്ക് ഫൈനലിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ യൂറോപ്പ് പോയിട്ട് ഇനി മെസ്സിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മയാമിയിൽ തന്നെ തുടർന്ന് അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മാത്രമല്ല, മെസ്സിക്ക് ഇനി എന്ത് നേടാനാണ്? ഇനി യൂറോപ്പിൽ വന്നിട്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. ആരാധകർക്ക് വേണമെങ്കിൽ ആവേശത്തിൽ പറയാം, വേൾഡ് കപ്പിൽ നന്നായി കളിച്ച മെസ്സിക്ക് ഇനിയും യൂറോപ്പിൽ വന്നൊക്കെ പൊളിച്ചെടുക്കാമെന്ന്. പക്ഷേ വസ്തുത അതല്ല, യാഥാർത്ഥ്യം അതല്ല. മെസ്സി അത് ആഗ്രഹിക്കുന്നുമില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഭാഗം അദ്ദേഹം ഇങ്ങനെ സ്വസ്ഥമായിട്ട് കളിച്ചൊന്ന് തീർത്തോട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.